അങ്ങനെ ഞങ്ങളും പോയിട്ടോ കൊട്ടിയൂർ എന്ന ചെറിയ ഗ്രാമത്തിലേക്ക്. കൊട്ടിയൂർ എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലേ നമ്മൾ എങ്ങോട്ടേക്കാണ് യാത്ര പോകുന്നതെന്ന്. അതെ, കൊട്ടിയൂരപ്പന്റെ മണ്ണിലോട്ടാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലാണ് കൊട്ടിയൂർ എന്ന ഗ്രാമം. 12-ാം തീയതി വൈകിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടത്. ഏകദേശം ഒരു ദിവസത്തെ യാത്രയുണ്ടായിരുന്നു. ട്രാവലറിനാണ് പോയത് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ഒരു 6:30 ആയപ്പോൾ നമ്മൾ കൊട്ടിയൂർ എത്തിയേ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നേരെ ബാവലിപ്പുഴയിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെ തന്നെ കുളിച്ചു തൊഴാം എന്നറിയാവുന്നതുകൊണ്ട് തന്നെ തോർത്തുമൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു കേട്ടോ പുഴയിലേക്ക്. വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ നടന്നപ്പം തൊഴുതു മടങ്ങി വരുന്നവരും ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞു കേട്ട പോലെ മലയാളികളൊക്കെ കൂടുതലും മറ്റ് സംസ്ഥാനക്കാരാണെന്ന് എനിക്കും തോന്നിയിരുന്നേ. പ്രകൃതി സുന്ദരമായ ഒരു ഗ്രാമമായതുകൊണ്ട് തന്നെ നടക്കാനും നമുക്ക് അത്ര പാടുണ്ടായിരുന്നില്ല കേട്ടോ. കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടക്കാം. നിങ്ങളാരും പോയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണമെന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം. അത്ര ഭംഗിയുള്ള സ്ഥലമാണേ. വെയിൽ ചെറുതായിട്ട് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങൂന്ന് നമ്മൾ കണ്ടു ബാവലിപ്പുഴ. അവിടെ നിറച്ച് ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കുളിച്ച് തൊഴാനുള്ള ഒരു തിരക്കിലായിരുന്നു. വെള്ളം കണ്ടപ്പോഴാണ് കേട്ടോ ദേവിട്ടിയുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടായത്. ഈ പുഴയുടെ ഐതിഹ്യം അനുസരിച്ച് നമ്മൾ മുങ്ങിയെടുക്കുന്ന കല്ലിലാണല്ലോ ചന്ദനം ഇരിക്കുന്നത്. അത് ഉരയ്ക്കണം, ഉരച്ച് ചന്ദനമാക്കണം. അപ്പോൾ അതൊക്കെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആഗ്രഹ സാഫല്യത്തിനായി കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നതും കാണാം കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും കല്ലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം, ഭഗവാനോടുള്ള ഓരോരോ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട്. എല്ലാവരും മുങ്ങി കല്ലൊക്കെ ഉരയ്ക്കലാണല്ലോ പരിപാടി. കാരണം കല്ലുരച്ച് കഴിഞ്ഞാൽ ചന്ദനം കിട്ടുമെന്നോ, ചിലർക്ക് ഭസ്മ കളറും, ചിലർക്ക് എന്താ കരി പോലത്തെ കളറ്, അങ്ങനെ പല പല കളറിലാട്ടോ നമ്മളിങ്ങനെ കല്ലുരച്ചാൽ കിട്ടുന്നത്. ഓരോ ചന്ദനത്തിൻ്റെ നിറത്തിനും ഓരോ ഐതിഹ്യമുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ ഉരച്ചിട്ട് എനിക്ക് കറക്റ്റ് ചന്ദനത്തിൻ്റെ കളർ തന്നെയാണ് കേട്ടോ കിട്ടിയത്. വെള്ളം കണ്ട ആവേശത്തിൽ ചാടി ഇറങ്ങിയെങ്കിലും നല്ല ഒഴുക്കുണ്ടായിരുന്നേ. എല്ലാവരെ പോലെ 2 കല്ലെടുത്ത് ഉരച്ച് ഞാനും നോക്കി കേട്ടോ. എനിക്കും ചന്ദനത്തിൻ്റെ കളറുള്ള എന്തോ ഒരു സാധനമാണ് പ്രസാദമായിട്ട് കിട്ടിയത്. ഏട്ടൻ ഉരച്ചപ്പോൾ കറക്റ്റ് ചന്ദനത്തിൻ്റെ കളറാണ് കിട്ടിയത്, കണ്ടാൽ മനസ്സിലാകും. ഇവിടെ മുങ്ങി കല്ലുരച്ചപ്പോഴും എനിക്ക് അതേ കളർ തന്നെയാണ് കിട്ടിയത് കേട്ടോ. വെള്ളത്തിൽ നിന്ന് കയറാൻ ആർക്കും മനസ്സുണ്ടായിരുന്നില്ല. അവിടെ ചെന്നപ്പം എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ കാല് കുത്താനുള്ള ഇടയില്ല. ഇവിടെ വരുന്നവരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഈ തിരക്ക് തന്നെയാണ് കേട്ടോ. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. കാരണം നല്ല ക്യൂ ഉണ്ട്. ഒരു 3.5 മണിക്കൂറോളം ഞങ്ങൾ ക്യൂ നിന്നിട്ടാണ് കേട്ടോ ഭഗവാനെ കാണാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ടീം ഇവിടെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉള്ളവർ അതൊക്കെ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. നമ്മളിങ്ങനെ നിയന്ത്രിക്കാൻ പോലീസുകാരുണ്ടെങ്കിലും കയറിങ്ങനെ കെട്ടിയാണ് കേട്ടോ. അപ്പോൾ കയറിങ്ങനെ അഴിക്കുമ്പോൾ പെട്ടെന്നൊരു ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ട് അതിൻ്റെ ഇടയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അറിയാമായിരിക്കുമല്ലോ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളവർ മാത്രം ഇങ്ങോട്ടേക്ക് വരാൻ, അല്ലെങ്കിൽ തിരക്ക് കുറഞ്ഞിട്ട് വരുന്നതായിരിക്കും ഇച്ചിരൂടെ ഉത്തമം. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ അവർ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ചധികം നേരം ക്യൂ നിന്ന് ഞങ്ങൾ നേരെ അമ്പലത്തിലെത്തി കേട്ടോ. പറഞ്ഞു കേട്ടതിലും മനോഹരമായിരുന്നു ആ കാഴ്ചകൾ. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പോലെ തന്നെയാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഐതിഹ്യം എങ്ങനെയാണോ അത് നമുക്ക് അവിടെ ചെന്ന് കണ്ട് തന്നെ മനസ്സിലാക്കാം. ഒരു യാഗം നടന്ന സ്ഥലം, ഒരു യാഗസ്ഥലം എങ്ങനെയാണോ അതേപോലെ തന്നെ. അപ്പോൾ നമ്മൾ ആ വെള്ളം നീന്തി ഭഗവാനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നേ. നല്ല ശാന്തമായിട്ടൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ നമ്മൾ മലയാളീസ് മാത്രമല്ലല്ലോ, ഇപ്പോൾ കർണാടകക്കാരൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ആളും ബഹളമൊക്കെ ഉണ്ട്. എന്നാലും നല്ല ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേട്ടോ. ആളുകൾ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ അധികം നേരം നമ്മളെ തൊഴാൻ പറ്റിയില്ല കേട്ടോ. എന്തായാലും ഞങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടുന്ന് നേരെ പറശ്ശിനിക്കടവിലോട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിലായിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.